അടിച്ച ആളെ പേരിലാണ് ഇപ്പൊ ഫുള്ള് പ്രശ്നങ്ങളുള്ളത്. വയനാടിലെ ഷാഫി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പ്രൈസ് അടിച്ചത്. അപ്പൊ ഈ വയനാടിലെ ഷാഫിയും നാസർ ഖാന്റെ മകനും തമ്മിൽ പിന്നെ കണക്ഷൻസ് ഉണ്ട്, സുഹൃത്തുക്കളാണ്. അതേപോലെ നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉറ്റ സുഹൃത്തുക്കളാണ്, ബച്ചുപ്പനിക്ക് ദോസ്താണ്. ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ്. ബന്ധം മനസ്സിലായില്ല. പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഞറുക്കെടുപ്പ് വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചൊക്കെ സത്യങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഞറുക്കെടുപ്പ് എത്രത്തോളം കള്ളത്തരമായിരുന്നു എന്ന്. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി. സത്യം പറഞ്ഞ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുടെ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പൈസ ഇവർ തിരിച്ചു കൊടുക്കുക തന്നെ വേണം. കാണിക്കുന്നത് അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ഈ പാണ്ടിക്കാട് കുഞ്ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിശ്വസിച്ചിട്ടാണ് കുറെ ആൾക്കാർ ഇതിന് പൈസ മുടക്കിയിട്ടുള്ളതും ഈ ഒരു കൂപ്പൺ എടുത്തതല്ല. എന്നാൽ അങ്ങേര് കാണിച്ചത് എന്താണ്? നെറികെട്ട പണിയാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഇതിന്റെ സത്യങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ സമ്മാനം കൊടുത്തയാള് നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകന്റെ കൂട്ടുകാരനാണ് ഈ ഒരു സമ്മാനം അടിച്ചിരിക്കുന്നത്. ഈ സമ്മാനം അടിച്ച ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് അവരെ ജീവിതത്തിൽ കാണുന്ന കണക്കൊക്കെ ആയിരുന്നു പുള്ളിയുടെ സംസാരവും രീതിയെല്ലാം. അതായത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വന്ന് സമ്മാനം മേടിച്ചോളാം, എനിക്ക് ധൃതിയില്ല, ഞാൻ എന്റേതായിട്ടുള്ള തിരക്കിന്റെ പുറയിലാണ്, പുള്ളിക്കാരൻ എന്തോ ഇന്റർലോക്കിന്റെ കണ്ട് പരിപാടിയാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡയലോഗൊക്കെ പുള്ളിക്കാരൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സകല കള്ളത്തരങ്ങളും ആൾക്കാർ പൊളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഹൈദർ മധൂർ എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പാണ്ടിക്കാട് കുഞ്ഞാൻ എങ്ങനെയാണ് ഈ ഒരു കള്ളത്തരം കാണിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് ഹൈദർ മധൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചതുമാണ്. എന്തായാലും ഹൈദർ മധൂറിന്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ വയനാട് പോയി കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പുള്ളിക്കാരൻ്റെതായിട്ടുള്ള കണ്ടെത്തലിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഹൈദർ മധൂറാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു 8-9 കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചെതലയം. ചെതലയത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ അറിയോ? പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക ഈ നറുക്കെടുപ്പൊക്കെ ഒരുക്കി കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചെതലയത്തുനിന്നാണ്. നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതലയത്താണ്. ഇപ്പൊ നിലവിലും ചെതലയത്ത് തന്നെയാണ്. നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉറ്റ സുഹൃത്തുക്കളാണ്, ബച്ചുപ്പനിക്ക് ദോസ്താണ്. ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ്. ബന്ധം മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ? പിന്നെ തീർന്നിട്ടില്ല. 13 അതൊന്ന് കേട്ടോക്കെ. നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. നിങ്ങൾ മാത്രം എടുത്ത്? എന്റെ കണ്ണുകളിൽ വല്ലാത്ത വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേയിരിക്കുമ്പോ ഞാൻ അന്ന് തന്നെ ഞാനത് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കള്ളത്തരം ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ പൊന്നുമോനെ സാപ്പി, നീ പറഞ്ഞല്ലേ 13 ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി. ഈ 13 ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്തല്ല. കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണ് എടുത്തത്. ഓൺലൈൻ വഴി എടുത്തപ്പോ വാട്സപ്പ് വഴി എടുത്തപ്പോ വാട്സപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചു തന്നതിന്റെ രേഖകളൊക്കെ കാണണം. പോട്ടെ, അത് ഉണ്ടാവില്ല. കാരണം നീയും ക്ലിയർ ചാറ്റ് അടിച്ചു, അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു. അങ്ങനെയാണല്ലോ, അങ്ങനെ വരുമല്ലോ. പക്ഷെ വേറൊരു സംഭവമുണ്ട്. എന്താ അറിയോ? നീ ഈ 13 ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു കാണുമല്ലോ അല്ലേ? ഗൂഗിൾ പേ അടിക്കാതെ എന്തായാലും തരില്ലല്ലോ, അമ്മായിന്റെ മോനൊന്നുമല്ലോ. വളരെ സത്യമായിട്ടുള്ള കാര്യമല്ലേ ഈ പറയുന്ന? ഷാഫി ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യണം. അതാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും ഷാഫി അവിടെ പോയി എടുത്തിട്ടില്ല. കാര്യം ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്, ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. ആ ഒരു രീതിയിലായിരുന്നു സംസാരിച്ചത്. അപ്പം എന്തായാലും ഇതിന്റെ ഒരു എവിഡൻസ് നാട്ടുകാരുടെ മുന്നിൽ കാണിച്ചിട്ട് അത് പ്രൂവ് ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പേരിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുക. അതായത് ഇങ്ങനെയുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന ആൾക്കാർ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങിയിരിക്കുവാണ് ഈ ലോട്ടറി പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ ഈ നാട്ടുകാരെ മൂഞ്ചിക്കുന്നത്? കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ബെറ്റിംഗ് ഗെയിം എന്ന് പറഞ്ഞിട്ട് കുറച്ചിരിക്കുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നന്മമരം കളിച്ചിട്ട്. ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിയിരിക്കുവാണ് കുറച്ച് ആൾക്കാർ. അത് മാത്രമല്ല, ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് ഭയങ്കര സിമ്പതിയുടെ പുറത്തോ സഹതാപത്തിന്റെ പുറത്തോ ചെയ്തതല്ല. അങ്ങേര് കാശ് വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തത്. അത് മാത്രമല്ല, KL ബിജു ബ്രോ എന്ന് പറയുന്ന ഏറ്റവും വലിയ യൂട്യൂബർ, അതായത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ, ആ പുള്ളി ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലു JD ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവന്മാരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതാ പറയുന്നത്, ഇവന്മാരുടെ ഒക്കെ പേരിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണം, നാട്ടുകാരെ പറ്റിക്കുന്നതിന്റെ പേരിൽ. ആദ്യമായിട്ട് അറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണല്ലേ. അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ഈ ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ? ആ 13 ടിക്കറ്റിന്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്നും നിനക്ക് കാണിക്കാൻ പറ്റുമോ? ചെതലയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്കയുടെ മകന്റെ ഉറ്റ സാപ്പി, നിനക്കെന്താ ജോലി? സ്റ്റോണോ? ഈ ചെതലയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന്? ശുദ്ധ തട്ടിപ്പാണ് മോനെ നീ. നിനക്ക് സ്വർണ്ണക്കടയിലാണ് ജോലി. നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത്. മക്കളെ,
സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്യുന്നതെന്ന്. അതായത് നമ്മുടെ എല്ലായിടത്തും പുള്ളി പറഞ്ഞ ഡയലോഗ് എന്ത് വരുന്നു, പുള്ളിയാണ് ഇന്റർലോക്കിന്റെ പരിപാടിയാണ് അതായതാന്നൊക്കെ. എന്തായാലും കള്ളത്തരങ്ങൾ പൊളിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഈ നാസറും ഈ പുള്ളിയും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രൈസ് അടിച്ച ഈ ഷാഫിയായിട്ട് അതിനകത്ത് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 25-ാം തീയതി ഞായറാഴ്ച 6 മണിക്ക് നെറുക്കെടുപ്പുണ്ടായി എൻ്റെ ഈ വീട്ടിൻ്റെ. ഏകദേശം ലോകം മൊത്തം അറിഞ്ഞിരിക്കും. ആ നെറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് വന്നതാണ് വയനാട് മുഹമ്മദ് ഷാഫി. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവര്. കാരണം അത് കുഞ്ഞാന് ഇവരെ കാണണോ, ഇത് ഒരു വീഡിയോ ആക്കണോ എന്ന ഉദ്ദേശം വെച്ചിട്ട് കുഞ്ഞാന് ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന പോക്കിൽ എന്നെ വിളിച്ച് ഞാനും പോയി. അപ്പൊ അവര് ബംഗളൂരിൽ നിന്ന് ലോഡും കൊണ്ട് വണ്ടി വന്ന് എത്തിയപാടാണ് ഏതോ റോട്ടിൽ ഈ വണ്ടി സാധനം ഇറക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഭയങ്കര മഴയും കാറ്റും മഴ ഉണ്ടായി. അവിടുന്ന് വീഡിയോ ആക്കിയിട്ട് ഞങ്ങൾ വിട്ടിരുന്നു. പക്ഷെ എനിക്ക് ഓരോ വ്യക്തിയോടും പറയാനുള്ളത്, ഇത് ഒരു തട്ടിപ്പ് നമ്മളെ കയ്യിൽ നടന്നിട്ടില്ല. കാരണം തട്ടിപ്പ് ഇത് നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യൂല. ചില യൂട്യൂബർമാർ ഇതിനെ നമ്മളെ ഈ വീഡിയോ എടുത്തിട്ടിട്ട് ഇവർക്ക് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ പല രീതിയിലും നമ്മളെ ഒരു മോശമായ രീതിയിൽ നമ്മളെ പെരുമാറുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഡയലോഗ് കേട്ടില്ലേ, അതായത് യൂട്യൂബേഴ്സിന്റെ മണ്ടയിലോട്ടാണ് കൊണ്ടുവന്നിടുന്നത്. അതായത് യൂട്യൂബേഴ്സിനെ തന്നെ വിളിച്ചിട്ട് ഇതുപോലെയുള്ള ഉടായ്പ പരിപാടികളും കാണിച്ചിട്ട് യൂട്യൂബേഴ്സിന് ശാപം കിട്ടും, പടച്ചോന്റെ വൈന് ശിക്ഷ കിട്ടും എന്നൊക്കെയാണ് പറയണത്. എന്തോന്നട ഇത്? എന്തിന് നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ചതിന് ആദ്യമേ ഒരു സമാധാനം പറ, അതിനുശേഷം വന്ന് യൂട്യൂബേഴ്സിനെ കുറ്റം പറ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് നിങ്ങളൊക്കെ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്, അല്ല വേറെ ഒന്നും അല്ല. ഇനി പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതാണ് അതിലും വലിയ കോമഡി. അടിച്ച ആളെ പേരിലാണ് ഇപ്പൊ ഫുള്ള് പ്രശ്നങ്ങളുള്ളത്. വയനാടിലെ ഷാഫി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പ്രൈസ് അടിച്ചത്. അപ്പൊ ഈ വയനാടിലെ ഷാഫിയും നാസർ ഖാന്റെ മകനും തമ്മിൽ പിന്നെ കണക്ഷൻസ് ഉണ്ട്, സുഹൃത്തുക്കളാണ്. അതേപോലെ നാസർ ഖാന്റെ ഭാര്യ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട്. അപ്പൊ ഞാൻ നാസർ ഖാക്ക് എന്ന് വിളിച്ചു. നാസർ ഖാക്ക് വിളിച്ചാണ്ട് നാസർ ഖാനെ വിളിച്ചു, അല്ല നാസർ ഖാ നിങ്ങളെ ശരിക്കും നിങ്ങളെ പെണ്ണുങ്ങളെ പേര് എവിടെയാണ് വെച്ചു. ഇതൊന്നും വെച്ച് ചോദിച്ചേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളോട് പറയുന്നതല്ല ഒരുപാട് വീഡിയോ വരികയുള്ളൂ. അപ്പൊ കുടുംബകാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ ഇതിൽ എടുത്തിടുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പൊ നാസർക്ക് എന്നോട് പറഞ്ഞത്, എടാ എന്റെ ഭാര്യ വീട് കണ്ണൂര് ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ഭാര്യ വീട്. അപ്പൊ മക്കൾ എത്രയാണെന്നല്ലോ വെച്ചാല്, കാരണം ഞാൻ ആ പെരയിൽ നിന്നുകൊണ്ട് 3 മക്കളാണ്, മക്കളാണുള്ളത്. 2 ടിപ്പർ ലോറിയിലാണ് പോണത്. അതേപോലെ 1 ബാംഗ്ലൂർ യൂബർ ഓടിക്കാണ്. കാരണം ഞാൻ ആ മക്കളെ ഞാൻ 2 ദിവസം എന്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയണ എന്താ അറിയോ, കാരണം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് തലയിൽ കയറൂല. കാരണം എന്താണ്, ഇപ്പൊ ഞാൻ കള്ളനാണ്, ആ ഒരു പേരിലാണ് നിൽക്കുന്നത്. ഒരാളെ കുടുംബചരിത്രം മൊത്തം ഇനി വിളിച്ചു പറഞ്ഞാലും നിങ്ങളിത് വിശ്വസിച്ചൂല. എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട്. ഇഞ്ച കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണമെന്നുണ്ടെങ്കിൽ, ഏത് വ്ളോഗേഴ്സിനും പോരണമെന്നുണ്ടെങ്കിൽ ഇഞ്ച കൂടെ നിങ്ങൾക്ക് പോരാ. കാരണം ഈ സാഫിന്റെ പെരി പോയി കണ്ട് തന്നെ എന്താ ഏതാന്നില്ല അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങേക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയത്തേ ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കൂടെ വരാം, ഇതിന്റെ സത്യം ഞാൻ തെളിയിക്കും. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. വന്നിരുന്ന് ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ പൊന്ന് പാണ്ടിക്കാട് കുഞ്ഞ, നിങ്ങൾ ചെയ്തത് വളരെ തെറ്റാണ്. അവിടെ അത്രയും ആൾക്കാരുണ്ടായിട്ട് നിങ്ങൾ അത് കൈയിട്ടെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ആ ഒരു ബോക്സ് ഓൾറെഡി ഫിൽഡ് ആയിട്ടാണ് ആൾക്കാരെ കാണിച്ചിട്ടുള്ളത്. ഞാനിവിടെ സൈഡിൽ അതിന്റെ വീഡിയോ വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞറുക്കെടുക്കുന്ന സമയത്ത് ആ ബോക്സ് കാലിയായിട്ട് ആദ്യമേ കാണിക്കണം. അതിൽ ഞങ്ങൾ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല, ഇത് വളരെ ജെനുവിനാന്നുള്ള രീതിയിൽ. ഇതൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണിച്ചിട്ടില്ല. അപ്പം വന്നിരുന്നിട്ട് താളം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനി ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോക്കകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നാസർ എന്ന് പറയുന്ന ആളുടെ മകനും ഈ ഷാഫിയുമായിട്ടുള്ള ബന്ധം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇന്റർലോക്കിന്റെ സ്റ്റോണ്ടൊക്കെ വർക്കാണ്. കല്ലിന്റെ മറ്റേ ഈ നെറ്റ് അതൊക്കെ. ഹായ് കുഞ്ഞാനെ, നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ ഒക്കെ പോക്കറ്റിലാക്കി. ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെന്ന്, പ്രതികരിക്കന്നെ ചെയ്യും. ഈ ഷാഫി എവിടെ അല്ല കുഞ്ഞാനെ, ആരോ പറയുന്നത് മാനന്തവാടിന്ന്. ഈ ഷാഫി എവിടെ അല്ല, ഈ ഷാഫി സുൽത്താൻ ബത്തേരിൽ നിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോനാ. ഈ നാസർ എവിടെ കല്യാണം കഴിച്ചേ, ചെതലത്തുനിന്ന്. നാസറിന്റെ മകനേടല്ലേ ചെതലത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ, ചെങ്ങായി. ഈ ഷാഫിക്ക് എന്താ പണി, സ്റ്റോണിന്റെ പണിയാ, കട്ട വിരിക്കുന്ന പണിയാ? അല്ല, ഓന് ഒരു സ്വർണ്ണപ്പീടിയയിലെ പണിക്കാരൻ.
ഈ സ്റ്റോൺ വിരിക്കണ ആരാ? കട്ടപ്പണിക്കാരനാരാ? നാസറിന്റെ മകന്. കുഞ്ഞാനും ഈ നാസറിന്റെ മകനും എങ്ങനെ ബന്ധം? ഇവര് ഭയങ്കര ബ്ലോഗർമാരാ. ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ്, ഒരു ത്യാഗം ചെയ്തോന്. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എല്ലാരും. അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ നിങ്ങൾ ഓമ്പിച്ചോളി, മാരി മറ്റേ ഓമ്പിക്കരുത്. കുഞ്ഞാനെ ഇതൊരു സിനിമ നടനായിട്ടൊന്നല്ല എന്നെ ആൾക്കാർ അംഗീകരിച്ചേ. ഇത് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബറും ഒക്കെ ആയപ്പോഴും അന്ന ജനങ്ങൾ കൂടെ നിർത്തി. എന്തിന്? ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്റെ കുഞ്ഞാനെ അനക്കും കിട്ടീന ഒരു പങ്ക്. കിട്ടിയില്ല എന്ന് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂല. അനക്കും കിട്ടീന്. ഇതേ ഞാൻ ജനിച്ച നാട്ടിലുള്ള ആൾക്കാരത്. സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ വരെ ചെതലയത്തെത്തും. അവിടെ പോയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചു നോക്കി ഇതാരാണ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞൊരു ഇതാരാണ്. ഈ ഒരു വീഡിയോയിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. എന്നാലും ഇവരുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്ത് ഇവന്മാരൊക്കെ പിടിച്ച് അകത്തിടുക. വളരെ തോന്നിയവാസമാണ് കാണിച്ചിരിക്കുന്നത്. പാവപ്പെട്ട ആൾക്കാരുടെ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1000 രൂപയെങ്ങാണ്ടാണ് ആ ഒരു ടിക്കറ്റിന്. ഓകൃതരല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ പാണ്ടിക്കാട് കുഞ്ഞാണെന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്, ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഫോളോവേഴ്സിനെ പറ്റിക്കുക എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഭയങ്കര തെണ്ടിത്തരമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. കാര്യം ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് അത് നമ്മൾ ഒരു ഡൗട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകത്തുള്ളൂ. പക്ഷെ ഇത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്ന്. ഇനി ഇവരെല്ലാവരും കൂടെ ഇത് വന്ന് പ്രൂവ് ചെയ്യട്ടെ. എന്തായാലും കുഞ്ഞാൻ പറയുന്നത് ഞാൻ വയനാട്ടിലോട്ട് പോകും, വയനാട്ടിൽ പോയി ഇതിന്റെ സത്യം തെളിയിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് വന്നിരുന്നത് പറയണത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം.